ഒരിക്കലും ഭർത്താക്കന്മാരുടെ മുമ്പിൽ പരാതിക്കുടുക്കകളാകരുത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒക്കെ എപ്പോഴും സംതൃപ്തല്ലണ്ടായ അതിങ്ങനെ ഇതൊരു പരീക്ഷാ ഹാളാണുള്ള ഭൂമി. ഒരു പരീക്ഷയ്ക്ക് എളുപ്പമുള്ള ചോദ്യവും ബുദ്ധിമുട്ടുള്ള ചോദ്യവും ഉണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ കുറെ കാലം സന്തോഷം വരും, കുറച്ച് ദുഃഖം വരും, കുറച്ച് പ്രയാസം വരും, കുറച്ച് രോഗം വരും, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, ചിലപ്പം വലിയ വിശാലത കിട്ടും. ഇതിങ്ങനെ മാറി മാറി തരും അള്ള ദുനിയാവിൽ. ആ സമയത്തൊക്കെ സഹകരിച്ചു പോകണം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അവിടെ പരാതി പറയുക, ഇങ്ങനത്തെ ആളായി നമ്മൾ മാറരുത്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ അതാ ഒരു സഹോദരി വരുന്നു. അത് മറ്റാരുമല്ല സയ്യിദുന സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവര് വന്നിട്ട് എന്താ പരാതി പറയുന്നു, നബിയെ എന്റെ ഭർത്താവാണ് ഈ ഇരിക്കുന്ന സഫ്വാൻ തങ്ങള്. വേറെയും കുറെ ആളുണ്ട് നബിന്റെ മുമ്പില്, ഓല മുമ്പിൽ വെച്ച പരാതി. എന്താ പരാതി? ഇദ്ദേഹം യളിരിബുനി ഇദാ സ്വല്ലൈതു, നിസ്കരിച്ചാൽ അതിന്റെ പേരിൽ എന്നെ തല്ലുന്ന ഭർത്താവാണ് ഈ ഇരിക്കുന്നത്. ആൾക്കാരൊക്കെ നോക്കിയാ നിങ്ങളോ ഇത് ശരി, നിസ്കരിക്കാഞ്ഞാലാ ഞങ്ങളൊക്കെ തല്ലുക, നിസ്കരിച്ചാ തല്ലണ ആളാ. ജനങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ പറഞ്ഞു, മാത്രമല്ല യുഫത്തിറുനി ഇദാ സുംതു, നോമ്പെടുത്താൽ എന്നെ നോമ്പ് മുറിപ്പിക്കുന്ന ഭർത്താവാണ് ഇയാള്. ആൾക്കാർക്ക് അത്ഭുതം തോന്നി. എന്നാ തീർന്നോ? ഇല്ല. വലാ യുസല്ലിൽ ഫജ്റ ഹത്താ തത്ലു അശംസു, സൂര്യൻ ഉദിക്കാതെ മൂപ്പര് സുബയും കേൾക്കൂല. പടച്ചറബേ, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ആൾക്കാർ മുമ്പെന്ന് പരാതിയാ. ഇപ്പൊ ഈ ആൾക്കാർ മുമ്പെന്ന് തന്നെ വിചാരണ ചെയ്യാൻ ഞാൻ ഇയാളെ കുറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മഹാനായ സഫ്വാൻ തങ്ങളോട് ചോദിച്ചു, എന്താ സഫ്വാൻ ഈ കേൾക്കുന്നത്? മഹാൻ പറഞ്ഞു, നബിയെ ഞാൻ വിശദീകരിക്കാം. നിസ്കരിച്ചാൽ ഞാൻ അവളെ തല്ലും എന്ന് അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. നബിതങ്ങൾ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ ഓതിയാൽ ഒരു സൂറത്തോതും അല്ലെങ്കിൽ കുറച്ചായത്തോതും. ഇതാ നബിതങ്ങളെ പതിവ്, നീയും അങ്ങനെ ഓതിയാ മതി. എന്നാൽ എന്റെ ഭാര്യ എന്തു ചെയ്യും? ഓള് ഫാത്തിഹ കഴിഞ്ഞാൽ ചിലപ്പോ അൽബക്കറ തുടങ്ങും. ഞാൻ വിചാരിക്കുന്ന അത് കഴിഞ്ഞാൽ ഓള് കടുക്കാൻ വരിക്കുന്നു, പിന്നെ ആലുംബ്രാനാണ് തുടങ്ങുക. ഇത് ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇബാദത്ത് ഭർത്താവിനെ പരിഗണിക്കാതെ ഇബാദത്ത്. ഇവരും നേരം വിളിക്കുന്നതിന് മുമ്പ് നീച്ച് പണിക്ക് വേണ്ടിയ ആൾക്കാരാണ്, ഇവരോട് സഹകരിക്കണ്ടേ? അപ്പൊ ഇബാദത്തിന് നബിതങ്ങൾ വെച്ചൊരു രീതിയാണല്ലോ. അപ്പൊ നമ്മള് മറ്റുള്ളവരും കൂടി പരിഗണിച്ചുകൊണ്ട് പരമാവധി കുറക്കേണ്ട സമയത്ത് കുറക്കണല്ലോ. അതുപോലെ കുറക്കാതെ ഇവള് 2ഉം 3ഉം ഒക്കെ സൂറത്ത് ഒരു നിസ്കാരത്തിൽ ഓതും. അത് ഓതരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടും പിന്നെയും ആവർത്തിച്ചത് കൊണ്ടാ ഞാൻ തച്ചത്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അതിലിപ്പോ സഫ്വാന്റെ അടുത്ത് തെറ്റില്ലല്ലോ, ഞങ്ങളൊക്കെ ഇപ്പം ഇവിടെ നിസ്കരിക്കുന്നത് ഒരു സൂറത്ത് ഓതിയിട്ടല്ലേ, അങ്ങനെ പോരെ. അതുകൊണ്ട് ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരം ചിട്ടപ്പെടുത്തണം. പിന്നെ പറഞ്ഞു, എന്താ നോമ്പ് നോറ്റാൽ എന്നെ നോമ്പ് മുറിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ സാരം എന്നല്ലേ നബിയെ? എന്റെ ഭാര്യയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ചെറുപ്പക്കാരനാ, വീട്ടിലെപ്പം വന്നാലും ഭാര്യക്ക് നോമ്പാണ്, പിന്നെ അതിന്റെ ക്ഷീണാണ്, ഇതുണ്ടാവരുത് എന്ന് ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞത് ഞാൻ പണ്ടേ നിരോധിച്ചതല്ലേ. ഭർത്തൃ സാന്നിധ്യമുള്ളപ്പോൾ സുന്നത്ത് നോമ്പെടുക്കുന്ന ഭാര്യമാർ ഭർത്താവിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. അതിനെതിരല്ലേ ഇവള് ചെയ്തത്? അതുകൊണ്ട് തെറ്റ് നിന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ എന്താ സുബൈ നിസ്കാരം വൈകിപ്പോകുന്നത്? അതിന് സഫ്വാൻ തങ്ങൾ പറഞ്ഞു, നബിയെ നിങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ ഈന്തപ്പനത്തോട്ടത്തിലെ കർഷകരാണ്. രാത്രിയാണ് ചൂട് കൂടിയതുകൊണ്ട് നനക്കാൻ പോകാറുള്ളത്. വളരെ വൈകിട്ടാണ് നനവ് കഴിഞ്ഞ് ഉറങ്ങാൻ വരിക. അപ്പൊ ഞങ്ങള് ലേശം നാട് വൈകിപ്പോ, പിന്നെ പറയുമ്പോ ഇങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടാന്നാട് പറയാണ്. ഉദിക്കലൊന്നുമില്ല, ലേശ അബ്ബുൽ വക്താട് തെറ്റും, അങ്ങനെ ഉണ്ടാകലുള്ളൂ. അങ്ങനെയുള്ള പറച്ചില് ഞങ്ങളെ നാട്ടിലൊക്കെ തിന്നല് മൂക്കിലൂടെ എന്ന് പറഞ്ഞു വരുത്തൽ. മൂക്കിലൂടെ അതേന്നാ, മൂക്കിലൂടെ കുറച്ച് താഴത്തൂടെ തൊള്ളയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്താ ഭയങ്കര എന്തോ സംഭവമാണ്. ഇതുപോലത്തെ ഒരു പറച്ചില. അപ്പൊ പരാതി ഇങ്ങനൊക്കെ പറയാൻ ആളുകൾക്ക്, പക്ഷെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയ ചെറിയ ചെറിയ സംഗതി ഉണ്ടാവും. അപ്പൊ പരാതി കുടുക്കുകളായി മാറാതെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഭാര്യമാരായിരിക്കണം.